ഞാൻ ബിഗ് ബോസ് കാണുന്ന ആളാണ്. ഡെയിലി എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണുന്ന ആളാണ്. എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ പറഞ്ഞാൽ പറയും, ലൈക്ക് സീ വിത്ത് യുവർ മൈൻഡ് വാട്ട് ദേ മിസ് വിത്ത് ദെയർ ഐസ് എന്നാണ്. ചില ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് എന്താണ്, അതിൽ കുറെ ലെസ്ബിയൻ കപ്പിൾസ് വരുന്നു, 16-ാം വയസ്സിൽ പ്രണയിച്ച് ട്രിപ്പ് പോയ ആൾക്കാർ അതിൽ വരുന്നു. ഇതൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ. അതിൽ ഫുള്ള് ഇതാണ്. പക്ഷെ അതിൽ നിങ്ങൾ കാണാത്ത കുറെ സംഭവങ്ങളുണ്ട്. മെയിൻലി അവരെ അതിലെ ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു സൈക്കോളജിയും പഠിക്കാൻ പറ്റും. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ പുറം ലോകം കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര ഫ്രസ്ട്രേറ്റഡ് ആവും. ഉറപ്പായിട്ടും ഭ്രാന്താവും. അത്രേ അതിലുള്ളൂ. 100 ദിവസമാണ് അതിൻ്റെ അകത്ത് ആൾക്കാർ നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ലൈക്ക് അതിൽ മൈജി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. മൈജിയാണ് അതിന്റെ ടൈറ്റിൽ സ്പോൺസർ. അങ്ങനെ കുറെ ബ്രാൻഡ്സ് ആയിട്ട് ബിഗ് ബോസ് കൊലാബ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഏത് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്, ലൈക്ക് ഏതൊക്കെ തരത്തിലാണ് ഈ ഗെയിംസിലൂടെ മാർക്കറ്റ് ചെയ്യുന്നത്, അതൊക്കെ പഠിക്കാൻ ഭയങ്കര രസമാണ്.